എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനും തൻ്റെ സ്വഹാബത്തും ഇങ്ങനെ വരികയാണ്. അവിടുന്ന് ഹദീസിൽ കാണാം, ലമ്മാ ഫറഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹുനൈൻ നസലത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഹുനൈൻ യുദ്ധം കഴിഞ്ഞിങ്ങനെ വരികയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ സഹാബാക്കളെല്ലാവരും വല്ലാതെ ക്ഷീണിതരായി. അങ്ങനെ പ്രവാചകനും സ്വഹാബത്തും ഒരു മലഞ്ചെരുവിൻ്റെ ഒരു ഭാഗത്ത് എല്ലാവരും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. യാത്രക്കാണല്ലോ, യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് സ്വഹാബത്തും പ്രവാചകനും സ്വഹാബത്തും എല്ലാവരും ഒരു മരുഭൂമിയുടെ ഒരു മലഞ്ചെരുവിൽ എല്ലാവരും ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന സമയം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരായ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? സ്വഹാബികൾ നാലു ഭാഗത്തും നോക്കി, പടച്ചവനെ കാണാനൊന്നുമില്ല, മണലാരുണ്യം മാത്രം. സ്വഹാബാക്കളെ നോക്കുമ്പോൾ പടച്ചവനെ കാണാനൊന്നുമില്ല, മരുഭൂമിയാണ്, മരങ്ങളോ അല്ലെങ്കിൽ ഇലകളോ ഒന്നും കാണാൻ, ഒരു പുൽച്ചെടി പോലും കാണാത്ത അവസ്ഥയിൽ ആ പഴുത്ത് കിടക്കുന്ന മലരാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് എവിടെ നിന്ന് കാണുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബ, ഈ ഒന്നുമില്ലാത്ത മരുഭൂമിയിലൂടെ നിങ്ങൾ തെരഞ്ഞു നടക്കണം. ഈ ഒന്നുമില്ലാത്ത മരുഭൂമിയിലൂടെ നിങ്ങൾ തെരഞ്ഞു നടക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത്, അത് എന്താണോ, എന്തെങ്കിലും വേസ്റ്റുകളാണോ, എല്ലുകളാണോ, എന്തെങ്കിലും ഒരു മൃഗത്തിൻ്റെ പല്ലുകളാണോ, എന്താണോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്, അത് നിങ്ങൾ എടുത്തുകൊണ്ട് വാ സഹാബ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുഭൂമിയിൽ വെച്ച് സഹാബത്തിനോട് പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ? സഹാബാക്കളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നബിയേ, ഒന്നുമില്ല. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ നടന്നുപോയി നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടുന്നോ, വേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, വല്ല ചത്തുപോയ മൃഗത്തിൻ്റെ എല്ലാണോ പല്ലാണോ എന്താണോ കിട്ടുന്നത് എടുത്തുകൊണ്ടുവരാൻ. അങ്ങനെ സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്ത് നടക്കാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ട് സ്വഹാബാക്കൾ അവിടെ നിന്ന് നടന്ന് അവരുടെ കൈകളിൽ കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ടുവന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് തൻ്റെ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? പ്രവാചകം നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു വലിയ കൂമ്പാരം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. വേസ്റ്റുകളുടെ വലിയ കൂമ്പാരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കണ്ടപ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, നിങ്ങൾക്കിപ്പോൾ എന്തു മനസ്സിലായി? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇവിടെ ഒന്നുമില്ല എന്നാണ്. എങ്കിൽ ഈ സമയത്തതാ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നാലാഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിൽ കിട്ടിയത് എടുത്തുകൊണ്ടുവന്നപ്പോൾ ഇത്രയും വേസ്റ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടിയല്ലോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? സഹാബ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പെടുന്ന തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തേ, ഇതുപോലെയാണ് ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങളെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ സഹാബ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഇയ്യാകും വൽ മുഹക്കിറാത്തി ദുനൂബ്, ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ, ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. ആ ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങളിലേക്ക് അധികരിച്ച് കടന്നു വന്നാൽ അത് നിന്നെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ചെറിയ ചെറിയ പാപങ്ങൾ അധികരിക്കുന്നതിലൂടെ
പടച്ചവരെ നീ നശിച്ചു പോവുകയാണ്, നീ നരകത്തിന്റെ അവകാശിയായി പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, കള്ളു കുടിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നു. വ്യഭിചരിക്കാൻ പറഞ്ഞാൽ വ്യഭിചരിക്കൂല, പലിശ തിന്നാൻ പറഞ്ഞാൽ പലിശ തിന്നൂല. വൻപാപങ്ങൾ ചെയ്യാൻ നമ്മളിൽ എല്ലാവർക്കും വല്ലാത്ത പേടിയാണ്. കാരണം വൻപാപങ്ങൾ ചെയ്യുന്നത് വല്ലാത്ത പാപമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വൻപാപങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. കള്ളു കുടിക്കാൻ പേടിയാണ്, വ്യഭിചരിക്കാൻ പേടിയാണ്, പലിശ തിന്നാൻ പേടിയാണ്, സിർക്ക് ചെയ്യാൻ പേടിയാണ്, യതീമിന്റെ സമ്പാദ്യം തിന്നാൻ പേടിയാണ്. നല്ലവരെ കുറിച്ച്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ കുറിച്ച്, പടച്ചവനെ പേടിച്ച് നടക്കുന്നവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കാൻ പേടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വൻപാപങ്ങളെ തൊട്ട് എല്ലാവരും സൂക്ഷിക്കുന്നവരാ, എല്ലാവരും വൻപാപങ്ങളെ തൊട്ട് സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, നീ അതിനെ വല്ലാതെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഓർമ്മപ്പെടുത്തലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർമ്മപ്പെടുത്തലാ. മോനെ, ചെറിയ ചെറിയ പാപങ്ങളെ നിസാരമായി കാണരുത്. അത് നിനക്ക് നാശമാണ്, അത് നിനക്ക് നാശമാണ്. നീ ചെയ്യുന്നത് ചെറുതാണോ വലുതാണോ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവനാ. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരു കടുകുമണിയുടെ അളവാണ് നീ നന്മ ചെയ്യുന്നതെങ്കിൽ അതിന് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്ന് നിനക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ നീ ചെയ്യുന്നത് ഒരു ചെറിയ ഒരു പാപമാകട്ടെ, അതിനെക്കുറിച്ച് നാളെ മലിക്കുൽ ജബ്ബാറായി പ്രപഞ്ചത്തിന്റെ അധിപനായ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ പടച്ച റബ്ബ് നാളെ പരലോകത്ത് പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് നീ എന്നോട് ഓരോന്നും എണ്ണി എണ്ണി ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പടച്ചവനെ ചിലർക്കൊക്കെ ചെറിയ പാപമാണല്ലോ, അത് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ട് അത് നിസാരമായി തള്ളുകയാണ്. ഒരു പ്രയാസമില്ലല്ലോ, ഒരു വേദനയില്ലല്ലോ, അത് ചെയ്തു പോയതിന്റെ പേരിൽ ഒരു കുറ്റബോധമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെറിയ പാപങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. നിസ്കരിക്കുന്ന ഉമ്മ, ഖുർആൻ ഓതുന്ന ഉപ്പ, സ്വലാത്ത് പറയുന്ന ചെറുപ്പക്കാരാ, വഅദ് കേൾക്കുന്ന പെങ്ങള്, നിനക്ക് വ്യഭിചരിക്കാൻ പേടിയാണടി പൊന്നുമോള്. അന്യ ഒരു പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് നിനക്ക് പേടിയാണ്. കാരണം അതിലൂടെ നരകത്തിൽ പോകുമെന്ന് നിനക്കറിയാമല്ലോ. എടാ ചെറുപ്പക്കാരാ, കള്ള് നിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കുടിക്കാൻ പറഞ്ഞാലും നീ കുടിക്കുകയില്ല. കാരണം അത് പാപമാണല്ലോ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ലാ യദ്ഖുലൂനൽ ജന്നാ, മൂന്ന് വിഭാഗം സ്വർഗത്തിൽ കടക്കൂല. ആര് കടന്നാൽ, ആരൊക്കെ സ്വർഗത്തിൽ പോയാൽ മൂന്ന് വിഭാഗം ജനങ്ങൾ സ്വർഗത്തിൽ കടന്നു പോകില്ല. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? തൊണ്ടയ്ക്ക് താഴെ കള്ളിറക്കിയവനാണ്, കള്ളു കുടിച്ചവനാണ്, കഞ്ചാവടിക്കുന്നവനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവനാണ്. അവന് തൗബ ചെയ്യാതെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകൂല. അതുകൊണ്ട് നിനക്ക് കള്ളു കുടിക്കാൻ പേടിയാണ്. പടച്ചവനെ, പലിശ വാങ്ങാൻ, പലിശ കച്ചവടം നടത്താ, പലിശ വാങ്ങാ പലർക്കും പേടിയാ. ചോദിച്ചാ പറയും, ഉസ്താദേ, സ്വന്തം ഉമ്മാനെ 33 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യമാണ്. പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതും പലിശ തിന്നുന്നതും വലിയ പാപമാണല്ലോ. അതിൽ ഒരു ചെറിയ ഒരു ദിർഹം പോലും സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനേക്കാളും പാപമാ. അങ്ങനെയുള്ള പാപങ്ങള് പടച്ചവനെ പള്ളിയിൽ നിന്ന് അല്ലാഹ് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ,
അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കാൻ പോകുന്നവരുണ്ട്. കാരണം പടച്ചവനെ സ്വർഗത്തിന്റെ താക്കോലാണല്ലോ നമസ്കാരം. ആ നമസ്കരിക്കാത്തവന് പടച്ചറബിന്റെ സ്വർഗമില്ലല്ലോ. അതുകൊണ്ട് പടച്ചറബല്ലേ വിളിക്കുന്നത്, ആ വിളിക്കുത്തരം നൽകണമല്ലോ. അതുകൊണ്ട് നമസ്കരിക്കുന്നവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് പൊന്നുമോളെ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് നടക്കുന്നത്? ഈ മംഗലാപുരത്തിലേക്ക് നിങ്ങൾ കടന്നതല്ലോ പാതിരാത്രി 1 മണിയാകുമ്പോ 2 മണിയാകുമ്പോ അതാ കോളേജിൽ പഠിക്കാമെന്ന 18 വയസ്സുള്ള 20 വയസ്സുള്ള പെൺകുട്ടികൾ പാതിരാത്രി 1 മണിക്ക് ഈ മംഗലാപുരത്തിന്റെ തെരുവുകളിലൂടെ റോഡുകളിലൂടെ അലഞ്ഞു നടക്കുന്നത് കാണാ. പടച്ചവന് അവര് പലരും പർദ്ദ ധരിച്ചവരല്ല, ശരീരത്തിന്റെ ഭാഗങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് അവരൊക്കെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് നീ പർദ്ദ ധരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹിജാബ് ഇടുന്നത്? എന്തുകൊണ്ടാ? പടച്ചവനെ പേടിച്ചത് കൊണ്ടല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള മോഹം കൊണ്ടല്ലോ, നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവളാണെന്നുള്ള ചിന്തയുള്ളത് കൊണ്ടല്ലേ. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ഞാനും നിങ്ങളും ഉണ്ടല്ലോ, വലിയ പാപങ്ങളെ മാത്രമേ പേടിയുള്ളൂ, വലിയ തെറ്റുകളെ മാത്രമേ പേടിയുള്ളൂ. ചെറിയ പാപം ചെയ്യുമ്പോ ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല, ഒരു കുഴപ്പവുമില്ല. ഈ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ച് കളയുന്നത് പോലെയാ. ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾക്കൊരു പ്രയാസമില്ല. ഒന്ന് തൗബ ചെയ്യുമോടാ ചെറുപ്പക്കാരാ. വ്യഭിചരിച്ചാ തൗബ ചെയ്യുമല്ലോ, കള്ള് കുടിച്ചാ തൗബ ചെയ്യുമല്ലോ, നിസ്കാരം മുടക്കിയാ തൗബ ചെയ്യുമല്ലോ, ഭർത്താവിനെ വഞ്ചിച്ചാ തൗബ ചെയ്യുമല്ലോ, പലിശ തിന്നാ തൗബ ചെയ്യുമല്ലോ. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ ചെയ്താ ഞാനും നിങ്ങളും പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവര് ചെയ്തു പോയി തമ്പുരാറ്, പറ്റിപ്പോയി തമ്പുരാറ്, എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പടച്ചവനോടൊന്ന് പശ്ചാത്തപിക്കാൻ പോലും മനസ്സില്ലാത്തവരാ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, വൻപാപങ്ങളെ കുറിച്ചല്ല, വലിയ വലിയ പാപങ്ങളെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ലോകത്തിന്റെ നേതാവ് സ്നേഹത്തോടെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, ആയിഷ ചെറിയ പാപങ്ങളെ നീ കരുതിയിരിക്കണേ. ചെറിയ പാപങ്ങൾ നിസാരമല്ല, ചെറിയ പാപങ്ങൾ നിസാരമല്ല. അത് നിന്നെ അവസാനം നാശത്തിലെത്തിക്കും, അത് നിന്നെ നരകത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ